ദി സീസൺ ഓഫ് ഒറിജിനൽസിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയ ആളാണ്. എന്ത് മത്സരം വിജയിക്കുമ്പോഴും എവിടെയാണെങ്കിലും ഒരുപാട് വിമർശനങ്ങളും സൈഡിലുണ്ടാവും. നമ്മൾ ഒരുപാട് വിമർശനങ്ങളിൽ കേട്ട പ്രധാനപ്പെട്ട ഒരു വാദമായിരുന്നു റെനീഷയ്ക്കല്ലായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് കൊടുക്കേണ്ടിയിരുന്നത്, ശോഭയ്ക്കായിരുന്നു. പിന്നീട് നമ്മൾ നാദ്രയുടെ ഇന്റർവ്യൂകളിൽ കേട്ടു, അതായത് റെനീഷയുടെ വിജയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന്. ഈ രണ്ട് പ്രസ്താവനകൾ എവിടെയെങ്കിലും വേദനിപ്പിച്ചോ, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും റെനീഷയ്ക്ക് തോന്നിയിരുന്നോ? എന്താണ് റെനീഷയുടെ ഒരു കാഴ്ചപ്പാട്? വേദനിപ്പിച്ചോന്ന് ചോദിച്ചാൽ അത് കേൾക്കുമ്പോൾ എന്തായാലും വേദനിക്കുമല്ലോ. കാരണം ഫസ്റ്റ് റണ്ണറപ്പ് എന്നുള്ള രീതിയിൽ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ വേറൊരു നമ്മുടെ കൂടെ മത്സരിച്ച ആൾക്കാർ തന്നെ അപ്പുറത്ത് ചെന്നിട്ട് ഇല്ല, അത് റെനീഷയ്ക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ അർഹതയില്ലാത്ത എന്തോ സംഭവമാണോ നമുക്ക് കിട്ടിയെന്ന് തോന്നും. പക്ഷെ അതേ സമയത്ത് യൂട്യൂബിൽ എൻ്റെ എന്തെങ്കിലും വീഡിയോസ് നോക്കിയിട്ട് താഴെ കമന്റ്സ് നോക്കിയെന്ന് വെച്ചാൽ നേരത്തെ കേട്ട് നമ്മൾ ഹേർട്ടായ കാര്യമൊക്കെ മറക്കാൻ തോന്നും. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ അവിടെ ഒറിജിനലായിട്ട് നിന്നു എന്ന് വിശ്വസിച്ച് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരെ എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് നമ്മുടെ കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ, ഒരു നാണയത്തിന് രണ്ട് വശം ഉള്ളതുപോലെ എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലും ആൾക്കാർ സംസാരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലും സംസാരിക്കും. അതിനെ നമുക്ക് പോസിറ്റീവ് മാത്രം എടുത്താൽ പോരാ. നാദിര പറഞ്ഞതും ശോഭ ചേച്ചി പറഞ്ഞതൊക്കെ അവര് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരുപാട് ജനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവര് തന്ന ഒരു സ്ഥാനമായിട്ടാണ് ഞാൻ ആ ഒരു ഫസ്റ്റ് റണ്ണറപ്പ് എന്നുള്ളൊരു സ്ഥാനം എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിൽ നെഗറ്റീവിലോട്ട് പോകാൻ എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിലോട്ട് ഇപ്പൊ എടുക്കുന്നില്ല. സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ വേറെ ഉണ്ടല്ലോ. എല്ലാ സീസണിലും ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും, അതുകൊണ്ട് വിഷമിക്കേ വേണ്ട. എല്ലാ കാര്യത്തിലും എനിക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, അവർക്കൊരു സന്തോഷമല്ലേ. ബിഗ് ബോസ് സീസൺ 5 ഒരു 100 ഡേയ്സിലെ എനിക്ക് കൂടുതൽ ഫീൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. റെനീഷ ആദ്യമായിട്ട് കരഞ്ഞ ഒരു ദിവസം. അപ്പോൾ ആ കരച്ചിൽ തീർച്ചയായിട്ടും ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാനോ അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം വരുന്ന പുറത്തുള്ള പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ അവളുടെ ഫാൻസിനോ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. സോ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ നല്ല ഭാഷയിൽ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, മോളെ, നമ്മൾക്ക് ചില സമയത്ത് ഒരുപാട് നല്ല ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവും. ആർത്തിയോടെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ നാക്ക് കടിച്ചു പോകും. അങ്ങനെ നാക്ക് കടിച്ചതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാതിരിക്കരുത്, പക്ഷെ സൂക്ഷിച്ച് കഴിക്കണം എന്ന് മേ ബി പറഞ്ഞിട്ടുണ്ടാവും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അതിനല്ല ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഓഫ് ദ ഗെയിം ഷോ ആയിരുന്നു. സോ അപ്പോഴേക്കും അതെല്ലാം മാറി മറിഞ്ഞിട്ടായിരുന്നു. ഷി വാസ് മോർ സ്ട്രോങ്ങർ. നിങ്ങളുടെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കണ്ടേ? എന്നാലേ ആ സമയത്ത് അഖിൽ മാരാരോട് ചേട്ടന് കുറച്ച് വിഷമം തോന്നിയായിരുന്നോ, ദേഷ്യം തോന്നിയായിരുന്നോ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി വെരി ഫ്രാങ്ക് ഉണ്ടായിരുന്നു. ഒരു ബ്രദർലിയും മാറി. അത് പിന്നെ ഒരു ഗെയിം ഷോ അഖിലേട്ടൻ അതിന് സോറി പറഞ്ഞു, അങ്ങനെയല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വീണ്ടും സംസാരിച്ചു, അത് അവിടെ തീർന്നു. പിന്നെ അണ്ണന് വിഷമം ഇല്ല. അതാ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ഐ തിങ്ക് അതേ സെയിം ഡേ തന്നെയാണെന്ന് തോന്നുന്നു, റെനീഷയും പിടിച്ച് മറ്റേ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ പിന്നെ നമ്മളും അക്സെപ്റ്റ് ചെയ്യണമല്ലോ, കാരണം അതൊരു ഗെയിം ഷോ ആണ്, ആർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. അതോടുകൂടി പിന്നെ ക്ലിയർ ആയി. പിന്നെ അഖിൽ ആസ് എ ജെന്യൂൻ പേഴ്സൺ ആയിരുന്നു. ഒരു ബ്രദർലി അങ്ങനെയുള്ള ഒരു ഫീൽ വരുന്നത് കൊണ്ട് നമുക്ക് പിന്നെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും